നല്ല രീതിയിൽ ഇതിനോട് പ്രതികരിച്ചു. ഇപ്പം നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടകയെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് മോളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോളി ടീച്ചറെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പിന്നെ നമ്മുടെ പരിപാടിക്കൊക്കെ 1-2 സ്ഥലത്ത് നമ്മൾ വിളിച്ചു. അപ്പോൾ അവരൊക്കെ കമ്മിറ്റികളായിരുന്നു. അതിലൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിലൊക്കെ പങ്കെടുക്കാതെ നമുക്ക് വരാൻ പറ്റില്ല. ഈ തവണ നമ്മൾ ഉദ്ഘാടകയായിട്ട് നമ്മൾ മോഡി ടീച്ചറെ തന്നെ തീരുമാനിച്ചു. എന്താണെങ്കിലും അതൊരു അക്കാദമിക് തലത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എങ്ങനെയാണ് ഈ വനിതാ ദിനം ലോകത്താകെ തന്നെ ഫെബ്രുവരി അവസാനം എന്നുള്ളത് മാർച്ച് 8 ലോകത്താകെ തന്നെ ഇങ്ങനെ ആചരിക്കുന്നതിന് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഇവിടെ വിശദീകരിക്കപ്പെടുകയാണ്. എന്താണെങ്കിലും തൊഴിലിനോട് ബന്ധപ്പെട്ടാണ് ഈ രാജ്യത്ത് എല്ലാ പുരോഗതികളുടെ ഘട്ടത്തിൽ തൊഴിലാളികളെ എങ്ങനെ ഒതുക്കാമെന്ന്, അതല്ലെങ്കിൽ അവരെ എങ്ങനെ കൂലി കുറയ്ക്കാമെന്ന് വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ആയിരുന്നു തൊഴിലാളികളുടെ ജോലി സമയം. വൈദ്യുതി കണ്ടുപിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നിങ്ങൾ ഈ ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സഹികെട്ട തൊഴിലാളികളെ ഈ വൈദ്യുതി ബൾബ് നെല്ലിപ്പിടിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഓരോ മേഖലയിലും തൊഴിലിടങ്ങളിൽ പരിശോധിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പഠന കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ട് അവരൊരു പഠനം അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചില മേഖലകളിലെല്ലാം വനിതകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. എന്താണത്? ആർക്കും വേണ്ടാത്തത്, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കൂലി കൊടുക്കുന്നത്. ഇത്രയും വികസിച്ച കേരളത്തിൽ തന്നെ ഇപ്പൊ നേഴ്സുമാരുടെ ഒരു വേതനവുമായിട്ട് സമരം നടന്നു. മുൻപ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനൊക്കെ വന്ന് ഇവിടെ പങ്കെടുത്ത ഒരു സമരമുണ്ട് ബസേരിയസ്. ഇന്ന് 2000 രൂപ വേതനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് 40,000 രൂപയാണ്. അവര് ഡിമാൻഡ് തന്നെ വെക്കുന്നത് 40,000 രൂപയാണ്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, സ്കിൽഡ് ലേബറാണ് നേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പോകുന്ന ഒരുവിധം സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് ഒരു 700-1000 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരിത്. പക്ഷെ ആ മേഖലയിൽ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു. ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇരിക്കാനൊരു ഇരിപ്പിടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നുള്ളതാണ്. അവരുടെ ഒരു മിനിമം വേതനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുബ്രഹ്മണ്യം പോറ്റി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. കാരണം 300 എന്ന് പറഞ്ഞാലും 500 എന്ന് പറഞ്ഞാലും ഒക്കെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും വനിതകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കുള്ള ഒരു അവസരം നമുക്ക്. പക്ഷെ എന്നാൽ ഇതിപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു. പൈലറ്റ് ആവുന്നത് മുതൽ ഗഗന സഞ്ചാരി മുതൽ ആ മേഖലയിലെ ട്രെയിൻ പൈലറ്റ്, ലോക്കോ പൈലറ്റ് മുതൽ എല്ലാം വനിതകൾ ആയി. എങ്കിലും ഏറ്റവും വലിയൊരു സാമൂഹിക അംഗീകാരമായിരുന്നു ഇപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ എന്നുള്ളത്. സാധാരണ മുമ്പ് ജോലി ചെയ്തതിൻ്റെ ഒരു തുടർ വിരാമ വേതനം എന്നാണല്ലോ പറയുന്നത് പെൻഷൻ. അപ്പൊ അവരുടെ ജോലി അംഗീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ ചെന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം പണിയുണ്ടാകുന്നതെന്ന് ചോദിക്കും. നിനക്കെല്ലാം പണിയുണ്ടാകുന്നതിന്റെ ഭാര്യ വളരെ ഈസി ആയിട്ട് നമ്മൾ ചോദിക്കും. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റു, കാപ്പിക്കുണ്ടാക്കി മക്കൾ പോകുന്നതിന് വേണ്ടിയിട്ട്